ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതൊരു ഫുൾ ഈവനിങ് വ്ളോഗാട്ടോ. ബിറ്റായി എടുത്തതല്ല, കുറച്ച് ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. ഇപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയത്. കുറച്ച് ദിവസമായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ അതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഇവിടെ ഇപ്പോഴും റാക്കിൽ ഭയങ്കര പൊടിക്കാറ്റാട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ബാൽക്കണിയിൽ എന്നും ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം. മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് 2 ഡേയ്സ് കൂടുമ്പോൾ ക്ലീൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ കുറച്ച് പ്ലാന്റ്സും ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നും അത് അവിടെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം കുറച്ച് മുന്നേ കൂട്ടി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പ്രത്യേകിച്ച് വേറെ പ്ലാനിങ് ഒന്നുമില്ല. പുറത്ത് പോകുന്നത് കൊണ്ട് തന്നെ വൈകുന്നേരത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചു. കാരണം ഈവനിങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ എത്തുമെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ലേറ്റ് ആവും എന്തായാലും. അപ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കുക, കിടക്കുക, അത് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇനിയിപ്പോൾ ഷോപ്പിംഗ് പോകണം, പിന്നെ കുറച്ച് പർച്ചേസ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ സാധാരണ ഈവനിങ് എനിക്ക് പ്ലാനർ എഴുതുന്ന ശീലവും കൂടി ഉണ്ട് കേട്ടോ. പ്ലാനർ എന്ന് പറയുമ്പോൾ ഒരു ഡെയിലി റുട്ടീൻ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാറുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഓക്കെയാണ്. എനിക്ക് മീൽ പ്ലാൻ ചെയ്യുന്നതൊന്നും എല്ലാ ദിവസവും നടക്കാറില്ല. എന്നാലും മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഞാൻ ചുമ്മാ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻ കേസ് നമ്മൾ എണീക്കാൻ വൈകിയാൽ പോലും നമ്മുടെ കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് നടന്നോളും. നമ്മളിപ്പോൾ ഉറങ്ങി എണീക്കാൻ വൈകിയാൽ പോലും എനിക്ക് കാര്യങ്ങളെല്ലാം സെറ്റാക്കാൻ പറ്റാറുണ്ട്. മോസ്റ്റ്ലി ഞാൻ അതുകൊണ്ടാണ് ഈ റൂട്ടീൻ അതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ സാധാരണ രാത്രിയാണ് കൂടുതൽ റൂട്ടീനും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാറുള്ളത്. ഇപ്പോൾ ഇങ്ങനൊരു ഗ്രോസറി ഷോപ്പിങ്ങും പർച്ചേസൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ ഇനി പരിപാടിയൊന്നുമില്ല. ഇനി നേരെ ഷോപ്പിങ്ങിലേക്ക് പോകുന്നു. വിളക്ക് വെച്ച് ഒന്ന് പ്രാർത്ഥിക്കും. കുറച്ച് നേരം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലും കൂടെ എഴുതാൻ ശ്രമിക്കാറുണ്ട് മാക്സിമം ദിവസവും. അത്രയേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം പുറത്തിറങ്ങുമ്പോൾ ഒരു ചായ കുടിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഷോപ്പിങ്ങിലോട്ട് പോകും. എങ്ങനെയാണത്? ഇപ്പം കേട്ടത് എൻ്റെ മോൻ്റെ പാട്ടാട്ടോ. ഞങ്ങൾ വെച്ച് അവൻ പാടാൻ തുടങ്ങി. അത് ചുമ്മാ റെക്കോർഡ് ചെയ്തതാണ്. ഞങ്ങളിന്ന് ലുലുവിലേക്കാണ് വന്നത് കേട്ടോ പർച്ചേസിങ്ങിന്. അപ്പോൾ അവിടെ വന്നപ്പോൾ എന്നും ഞാൻ ഈ ഷോപ്പ് കാണാറുണ്ട്. പക്ഷേ ഇതുവരെ ഞാനിതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കയറി നോക്കിയപ്പോഴാണ് കുറേ ക്യൂട്ട് ഐറ്റംസ് കണ്ടു. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി തന്നെയാണ് എല്ലാം കണ്ടത്. ഇതുവരെ എനിക്കതിൽ കയറി നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു റാസലൈമയിലുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറേ പേർക്ക് അറിയായിരിക്കും. പക്ഷേ എന്നാലും ഇന്നാണ് ഞാനിത് കാണുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു.